തിരുവനന്തപുരത്ത് പേവിഷബാധയേറ്റു മരിച്ച രവീന്ദ്രൻ ആംബുലൻസിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന്. ആംബുലൻസിന്റെ പിൻവാതിൽ ചില്ല് ഫയർ എക്സിക്യൂഷൻ ഉപയോഗിച്ചാണ് തകർത്തത്. ഇറങ്ങി ഓടുന്നതിനിടെ രവീന്ദ്രൻ കിടങ്ങിൽ വീഴുകയായിരുന്നു. രവീന്ദ്രന് തെരുവ് നായകൾക്ക് ഭക്ഷണം നൽകുന്ന ശീലമുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മാസങ്ങൾക്ക് മുൻപ് കയ്യിൽ മുറിവേറ്റിരുന്നെങ്കിലും ആരെയും അറിയിച്ചിരുന്നില്ല. ഇത് തെരുവ് നായയുടെ കടിയേറ്റിട്ടുണ്ടാകാം എന്നതാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് ആദ്യം പോയി വരാം. ഗോകുൽനാഥുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗോകുൽനാഥ്, ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളുണ്ട്. മറ്റെന്തൊക്കെയാണ് സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തിരുവനന്തപുരം ചെങ്കൽ വട്ടവിള ജംഗ്ഷനിലാണ് ഇന്ന് രാവിലെ രവീന്ദ്രൻ ഇറങ്ങി ഓടുകയും തുടർന്ന് പ്രദേശവാസികൾ 108 ആംബുലൻസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. എന്തായാലും വെള്ളം കാണുമ്പോൾ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന 50 വയസ്സുകാരൻ എന്നുള്ളതാണ് നെയ്യാറ്റിൻകരയിലെ ആംബുലൻസ് സർവീസിന് ലഭിക്കുന്ന വിവരം. തുടർന്ന് ആംബുലൻസ് സർവീസിൽ നിന്ന് ആളുകൾ എത്തുകയും ബലപ്രയോഗത്തിലൂടെ രവീന്ദ്രനെ വാഹനത്തിലേക്ക് കയറ്റി ഇഞ്ചക്കൽ ബൈപ്പാസിലൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ആംബുലൻസ് ജീവനക്കാരെ അതിക്രൂരമായി മർദ്ദിക്കുകയും തുടർന്ന് രവീന്ദ്രൻ ഈ വാഹനത്തിലുണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചുകൊണ്ട് ആംബുലൻസിന്റെ ചില്ലുകൾ തകർത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്യുന്നത്. തുടർന്ന് ഈ ആംബുലൻസിലുണ്ടായിരുന്ന ജീവനക്കാർ പരിഭ്രാന്തരായി പലയിടങ്ങളിലേക്കും ഓടുകയും തുടർന്ന് തന്നെ സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ അഭയം പ്രാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇടെയാണ് ഈ റോഡിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈഞ്ചക്കൽ ബൈപ്പാസിന്റെ സമീപത്തുള്ള കിടങ്ങിലേക്ക് രവീന്ദ്രൻ മറിഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് കുറേയേറെ സമയം പോലീസും അതേപോലെ തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങളും ആംബുലൻസ് സർവീസും അടക്കം തിരച്ചിൽ നടത്തിയെങ്കിലും 6 മണിയോടുകൂടിയാണ് മൃതദേഹം ഈ കിടങ്ങിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും രവീന്ദ്രൻ കഴിഞ്ഞ കുറേയേറെ നാളുകളായി തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകി വരുന്ന ഒരു ശീലമുള്ളയാളാണ്. ബിസ്ക്കറ്റ് അടക്കം നൽകാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കയ്യിൽ മുറിവ് കണ്ടിരുന്നു. ഈ മുറിവ് രവീന്ദ്രൻ മറച്ചു പിടിച്ചു പോരുകയായിരുന്നു. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി പരിഭ്രാന്തനായി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയും തുടർന്ന് ഇത്തരത്തിൽ ജംഗ്ഷനിലെത്തി വലിയ പരാക്രമം കാണിക്കുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാർ ആംബുലൻസ് സർവീസിനെ വിവരം അറിയിക്കുകയും നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഈ ആംബുലൻസ് സർവീസ് എത്തുകയും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങുകയും തുടർന്ന് ജീവനക്കാരെ അടക്കം മർദ്ദിക്കുകയും ഒക്കെ ചെയ്തതെന്നുള്ളതാണ്. എന്തായാലും ഈ മൃതദേഹം നിലവിൽ കണ്ടെടുത്തിട്ടുണ്ട്. 6 മണിയോടുകൂടിയാണ് മൃതദേഹം ഈ ഇഞ്ചക്കൽ ബൈപ്പാസിന് സമീപത്ത് നിന്ന് കണ്ടെടുത്തത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. എന്തായാലും ഈ ആംബുലൻസ് സർവീസിനകത്തുണ്ടായിരുന്ന ജീവനക്കാരെ മർദ്ദിക്കുന്നതിനെ തുടർന്ന് ഡ്രൈവർ വാഹനം ബൈപ്പാസിൽ നിർത്തുകയും തുടർന്ന് എന്താണെന്ന് നോക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങും മുൻപ് തന്നെ വാഹനത്തിൽ നിന്ന് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് ചില്ലുകൾ ഇടിച്ച് തകർത്ത് പുറത്തേക്ക് ചാടുകയും ചെയ്യുന്ന അത്രത്തോളം പരിഭ്രാന്തി പ്രകടിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പ്രാഥമികമായിട്ട് ഈ ജീവനക്കാർ നൽകുന്ന വിവരം എന്തായാലും അത് പേവിഷബാധ തന്നെയാണ് എന്നുള്ളതാണ്. വെള്ളം കാണുമ്പോൾ അമിതമായി വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ പേവിഷബാധ എന്ന് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാത്രമല്ല ഈ പരിക്കേറ്റ ജീവനക്കാർക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, വ്യക്തമാണ്. വളരെ സങ്കടപ്പെടുത്തുന്ന ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമാണ് സംഭവിച്ചത്. പേവിഷബാധയേറ്റ് മരിച്ച രവീന്ദ്രൻ ആംബുലൻസിൽ നിന്ന് ഇറങ്ങിയോടുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. വിശദാംശങ്ങളാണ് ഗോകുൽനാഥ് നൽകിയത്.